പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, പിണറായി വിജയനും കൂട്ടരും ശബരിമല ശാസ്താവിന്റെ എല്ലാ ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളെ തള്ളിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ നെഞ്ചു നിവർത്തി അതിനെതിരെ പൊരുതി ജയിലിൽ പോയിട്ടുള്ള നേതാവാണ് നമ്മുടെ പ്രിയങ്കരനായ കെ. സുരേന്ദ്രൻ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കുന്നതാണ്. നിങ്ങൾ കെ. സുരേന്ദ്രനെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ സാധിക്കും. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സാധ്യതയുള്ള നേതാവാണ് കെ. സുരേന്ദ്രൻ. അദ്ദേഹത്തെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ, വികസനത്തിന്റെ ചിഹ്നമായ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പുണ്യഭാരതത്തിന്റെ ഐശ്വര്യമാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നമ്മുടെ പ്രിയങ്കരനായ സുരേന്ദ്രജിയെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ആവേശകരമായ സ്വീകരണത്തിന് സംഘാടകരുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ശ്രീ എ. പി. അബ്ദുൽ കുട്ടി അവർ വിശദമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഇന്ത്യ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമയം വൈകിയതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും, അമ്മമാർക്കും, സഹോദരിമാർക്കും, നമ്മുടെ പുതിയ തലമുറയിലെ കൊച്ചു കുട്ടികൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ രേഖപ്പെടുത്തി ഒരു ചരിത്ര മാറ്റത്തിനായി ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പരിചയമുള്ള എല്ലാവരോടും നിങ്ങൾ പറയണം, ഇത്തവണ കക്ഷി രാഷ്ട്രീയവും ജാതി മത ചിന്തകളൊന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മോദിജിയുടെ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കണം. അതിനുവേണ്ടി BJPയെ വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ പറയണം. കഴിഞ്ഞ 10 വർഷം മോദിജി ചെയ്ത നല്ല കാര്യങ്ങൾ, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ള എത്രയോ ആനുകൂല്യങ്ങൾ, അത് തുടർന്നും നമുക്ക് ലഭിക്കണം. മാത്രമല്ല, പുതിയ വികസന കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ 10 വർഷം കേരളത്തിന് നഷ്ടമായി. 400 സീറ്റിന്റെ ഭൂരിപക്ഷവുമായി, അധികം ഭൂരിപക്ഷവുമായി 3ാം തവണയും അധികാരത്തിൽ വരുന്ന മോദി സർക്കാരിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാവണം. കേരളത്തിൽ നിന്ന് MP മാരുണ്ടായെങ്കിൽ മാത്രമേ വികസനം വേഗത്തിൽ നടപ്പാവുകയുള്ളൂ. വയനാട് പാർലമെന്റ് മണ്ഡലം എത്രമാത്രം ദുരിതവും ദുഃഖവും അനുഭവിച്ചൊരു മണ്ഡലമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെയല്ലേ മഹാപ്രളയം 2019 ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ ദുരിതമുണ്ടായ ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം, ഈ പ്രദേശം. ഇപ്പോഴും 11 വിലപ്പെട്ട ജീവനുകൾ മണ്ണിനടിയിലായിട്ട് നമുക്ക് അവരെ തിരിച്ച് പുറത്തെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ ദുഃഖത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആ മഹാപ്രളയത്തിൽ മരണം സംഭവിച്ച ദിവ്യാത്മാക്കളെ ഞാൻ ആദ്യമായി സ്മരിക്കുകയാണ്. അവരുടേതല്ലാത്ത കുറ്റം കാരണം നമ്മൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ആ മഹാപ്രളയകാലത്ത് നമുക്ക് MP-മാരുടെയോ MLA-മാരുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങളന്ന്. ആ പ്രളയകാലത്ത് സേവാഭാരതിയും RSSഉം BJPയും എല്ലാം സർക്കാർ ചെയ്തതിനേക്കാൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം. ജയിലിലേക്ക് കടന്നു വന്നപ്പോൾ 2 മുണ്ടന്മാർ, 2 ചെറുപ്പക്കാര് അദ്ദേഹത്തെ സ്വീകരിച്ച സലാം ചെയ്തിട്ടാണ് അസ്സലാമു അലൈക്കും. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ആശ്ചര്യപ്പെട്ടുപോയി. അത് ആരാണ്? ആ ചെറുപ്പക്കാരാണെന്നറിയോ? നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഭായ് ഷാ കേരളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയ 2 PFI ചെറുപ്പക്കാരാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അഴിമതിക്കാരനെ
തീവ്രവാദികളെയും അഴിമതിവാദികളെയും ഒരേ സെല്ലിലടച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഴിമതിയിൽ നിന്ന് തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവശക്തൻ ഈ ഭൂമിയിലേക്ക് അയച്ച രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പാലക്കാട്ടുകാർ നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവിന് ഒരു നാടിന്റെ ജനനായകൻ എന്ന് ചുമരെഴുത്തായി മാറിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ ആ പ്രകാശം പരത്തുന്ന ചിരിക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം. ഐശ്വര്യത്തിന്റെ ചിഹ്നമായ താമരക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ കേരള സ്റ്റോറിയുടെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹാലിളകുക. ഇവരൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ്. കക്കുകളി നാടകം വിവാദമായ സന്ദർഭത്തിൽ അവര് പറഞ്ഞത് ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നാണ്. അന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായി. മീശ വിവാദമായപ്പോൾ UDFും LDFും അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ച് നാട് മുഴുവൻ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. കലയും സാഹിത്യവും സിനിമയും എല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തുന്ന ആളുകൾ അവസരം കിട്ടുമ്പോൾ ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. ഇതിപ്പോ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത ഒരു സിനിമ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സിനിമ, ആ സിനിമയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സർവ്വശക്തിയും എടുത്ത് രംഗത്ത് വന്നിരിക്കും. ഒരു വശത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും മറുവശത്ത് ഒരു ചലച്ചിത്രാവിഷ്കാരത്തെ പോലും മതപരമായ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയുമാണ് UDFും LDFും ചെയ്യുന്നത്.